ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വാങ്ങാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൽപ്പര്യപ്പെടുന്നു എന്ന വാർത്തകൾ കേൾക്കുമ്പോൾ പലർക്കും അതൊരു തമാശയായി തോന്നാം. എന്നാൽ വൈറ്റ് ഹൌസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു റിയൽ എസ്റ്റേറ്റ് മോഹമല്ല, മറിച്ച് അമേരിക്കയുടെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതിപ്രധാനമായ ഒരു നീക്കമാണ്. ശീതയുദ്ധകാലം മുതൽക്കേ അമേരിക്കയുടെ സുരക്ഷാ കവചമാണ് ഗ്രീൻലാൻഡ്. ഇവിടെയുള്ള തുലെ എയർബേസ് അമേരിക്കയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സൈനിക താവളമാണ്. റഷ്യയിൽ നിന്നോ മറ്റ് ശത്രുരാജ്യങ്ങളിൽ നിന്നോ വരാവുന്ന മിസൈലുകളെ മുൻകൂട്ടി കണ്ടെത്താൻ ഇവിടുത്തെ റഡാറുകൾ അത്യാവശ്യമാണ്. ആർട്ടിക് മേഖലയിൽ ചൈനയും റഷ്യയും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് വൈറ്റ് ഹൌസിനെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഗ്രീൻലാൻഡ് കൈവശം വരുന്നതുവഴി ഈ രാജ്യങ്ങളുടെ സൈനിക സാമ്പത്തിക നീക്കങ്ങളെ തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഗ്രീൻലാൻഡിലെ മഞ്ഞുരുകുന്നത് വലിയൊരു നിധിശേഖരത്തിലേക്കാണ് വാതിൽ തുറക്കുന്നത്. സ്മാർട്ട് ഫോണുകൾക്കും പ്രതിരോധ ഉപകരണങ്ങൾക്കും ആവശ്യമായ അപൂർവ ധാതുക്കളുടെ വൻ ശേഖരം ഈ ദ്വീപിനടിയിലുണ്ട്. നിലവിൽ ഇതിന്റെ വിപണി നിയന്ത്രിക്കുന്ന ചൈനയെ മറികടക്കാൻ അമേരിക്കയ്ക്ക് ഗ്രീൻലാൻഡ് അനിവാര്യമാണ്. മഞ്ഞുരുകുന്നതോടെ ആർട്ടിക് സമുദ്രത്തിലൂടെ പുതിയ വ്യാപാര പാതകൾ തുറക്കപ്പെടും. ലോക വ്യാപാരത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുക്കാൻ ഈ പാതകളുടെ മേൽ അധികാരം സ്ഥാപിക്കുന്നത് അമേരിക്കയെ സഹായിക്കും. അലാസ്ക വാങ്ങിയതുപോലെ ഗ്രീൻലാൻഡും അമേരിക്കയുടെ ഭാഗമാക്കുന്നത് ഭാവിയിലെ ലോകക്രമത്തിൽ യുഎസിന്റെ സ്ഥാനം സുരക്ഷിതമാക്കുമെന്ന് ട്രംപ് ഭരണകൂടം വിശ്വസിക്കുന്നു. ഡെൻമാർക്കിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ദ്വീപ് സ്വന്തമാക്കുന്നതുവഴി ആർട്ടിക് മേഖലയിലെ ഏക ശക്തിയായി മാറാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്. സുരക്ഷയും സമ്പത്തും തന്ത്രപരമായ നീക്കങ്ങളും ചേരുന്ന ഈ ഗ്രീൻലാൻഡ് മോഹം വെറുമൊരു പ്രഖ്യാപനമല്ല, വരും ദശാബ്ദങ്ങളിലെ ആഗോള അധികാരമാറ്റത്തിന്റെ സൂചനയാണ്.